ട്രേഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏത് ചാപ്റ്ററാണ്? ഇവിടെ ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ് അല്ലേ. ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇലക്ട്രിക് കറണ്ട് എന്നാൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. കാരണം കപ്പാസിറ്റർ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു, അതിനകത്ത് നിന്ന് ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് അല്ലെ ഒരു ടൈം മാത്രമേ ഫ്ലോ നടക്കുള്ളൂ, കണ്ടിന്യൂസ് നടക്കത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്താൽ അതാണ് എന്ത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രിക് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു റീസൺ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ആ റീസണിൻ്റെ പേരാണ് എന്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. പ്രകൃതിയിൽ ഇപ്പോൾ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ഉയരത്തിൽ വ്യത്യാസം വേണം അല്ലേ. ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസം വേണം. എയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ പ്രഷറിൽ വ്യത്യാസം വേണം. അതുപോലെ ഇലക്ട്രോണുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അവിടെയും എന്ത് വേണം, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഒരു കോൺസെൻട്രേഷൻ വ്യത്യാസം വേണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിച്ചത്. ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, സെല്ല് അല്ലെങ്കിൽ ബാറ്ററിയെ ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു, W/Q അല്ലെ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് പഠിച്ചു, ജൂൾ പെർ കുളമ്പ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോൾട്ട് എന്ന് വിളിക്കുന്നത്. കാരണം ആദ്യത്തെ ബാറ്ററി കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്ന ആരാണ്, അലക്സാൻഡ്രോ വോൾട്ട ആണെന്നുള്ളത് വരെ പറഞ്ഞാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന സെല്ല് അല്ലെങ്കിൽ ബാറ്ററികളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ എങ്കിൽ നമുക്കറിയാം, ഈ കണ്ടക്ടറിനകത്ത് അല്ലേ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ പ്രത്യേകത എന്താണ്, ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകൾ കാണും അല്ലേ. പക്ഷേ ഈ ഫ്രീ ഇലക്ട്രോൺ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യൂല. ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ അവിടേക്ക് ഒരാളെ കൊണ്ടുവരണം. ആരെയാണ് കൊണ്ടുവരേണ്ടത്, ആ കൊണ്ടുവരേണ്ട ആളുടെ പേരാണ് സെൽ അല്ലെങ്കിൽ ബാറ്ററി. നമ്മളിങ്ങനെ ഒരു വലിയ വരയും ഒരു ചെറിയ വരയും ഇട്ടിട്ടാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു ബാറ്ററിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ബാറ്ററിക്ക് രണ്ട് ടെർമിനലാണുള്ളത്, ഒന്ന് പോസിറ്റീവ് ടെർമിനലും മറ്റൊന്ന് നെഗറ്റീവ് ടെർമിനലും അല്ലേ. അങ്ങനെ നമ്മൾ ബാറ്ററി കൊടുക്കുമ്പോൾ എന്താ ബാറ്ററിക്കകത്ത് സംഭവിക്കുന്നത്, നമുക്കറിയാം. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ എനർജിയെ അല്ലെ, കെമിക്കൽ റിയാക്ഷനിലൂടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി അത് എന്താക്കി മാറ്റും, കെമിക്കൽ എനർജി അത് എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഇലക്ട്രോണുകൾ നമ്മുടെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനൽ വഴി ഇങ്ങനെ പോയി 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 എവിടെ എത്തുന്നു, കണ്ടക്ടറിലേക്ക് എത്തുന്നു. അങ്ങനെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടക്ടറിൻ്റെ ഒരു വശത്ത് ഇലക്ട്രോണുകൾ കുറേ വരും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഭാഗം നെഗറ്റീവായിട്ട് മാറുകയും, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കമ്പാരിറ്റീവ്ലി ഇലക്ട്രോണുകളുടെ എണ്ണം കുറവായതുകൊണ്ട് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. മാത്രമല്ല, ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതൽ. നമുക്കറിയാം, ഇലക്ട്രോൺ എന്ന് പറയുന്നത് സെയിം ചാർജാണ്. ഈ സെയിം ചാർജുകൾ പരസ്പരം എന്ത് ചെയ്യും, എപ്പോഴും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ റിപ്പലൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും, ഇലക്ട്രോണുകൾ അവിടെ നിന്നും ഇങ്ങോട്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്, ശ്രദ്ധിക്കണേ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആര് പോകും, ഇലക്ട്രോൺ പോകും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ഈ വയറിൽ കൂടെ സഞ്ചരിച്ച് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എത്തുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നാണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്, എപ്പോഴും കരുതാവുന്നതും നമ്മൾ പറയുന്നതും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇലക്ട്രോണിനെയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ആ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയായിരുന്നു. അന്ന് നമ്മളുടെ ഒരു ഊഹം എന്ന് വെച്ചാൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവെൻഷനൽ. എന്താണ്, കൺവെൻഷനൽ കറണ്ടിൻ്റെ കൺവെൻഷനൽ
കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പക്ഷേ നമ്മുടെ ആക്ച്വൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? അത് ഇലക്ട്രോൺ ഫ്ലോ കാരണം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ പണ്ടേ ഉണ്ടാക്കി വെച്ച നിയമങ്ങളൊക്കെ ഇവിടെ സെയിം ആയതുകൊണ്ട് നമ്മൾ ഇപ്പോഴും എന്താണ് എടുക്കുന്നത്? കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്നു എന്ന് പറയുള്ളൂ. കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേ പോകുന്നു എന്ന് പറയുള്ളൂ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എന്ന് വെച്ചാൽ അവിടെ അല്ല ഇലക്ട്രോൺ ഉണ്ടാകുന്നത്, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നാണ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. അതുപോലെ ഇലക്ട്രോൺ എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് എന്ത് ഫ്ലോ ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് എന്തിനു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഭാഗം, ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം മുൻകൂറായിട്ട് എന്ത് ചെയ്തത്, പറഞ്ഞ് തന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോകാം. എന്താണ് നമ്മുടെ അലക്സാൻഡ്രോ വോൾട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ സെല്ല്? അതിൻ്റെ പേരാണ് വോൾട്ട സെൽ. ഇതാണ് വോൾട്ട സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വോൾട്ട സെല്ലിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ഒരു വോൾട്ട സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബീക്കർ എടുക്കുക. നമ്മൾ എന്തെടുക്കുക? ഒരു ബീക്കർ എടുക്കുക. ഓക്കെ, ആ ബീക്കറിനകത്തേക്ക് 2 ഇലക്ട്രോഡുകളെ കൊണ്ടുവരണം. ഓക്കെ, ആരെ കൊണ്ടുവരണം? 2 ഇലക്ട്രോഡുകളെ കൊണ്ടുവരണം. ഒന്ന് കോപ്പർ, ഒന്നെന്താണ്? കോപ്പർ. മറ്റൊന്ന് സിങ്ക്, മറ്റൊന്നെന്താണ്? സിങ്ക്. അപ്പോൾ ഒരു വോൾട്ടായിക് സെല്ലിനകത്ത് ഒരു കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടാവും, ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് H2SO4. ഇതാണ് H2SO4 നിറച്ചിട്ടുണ്ട്. കറണ്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ടുണ്ട്. അതിവിടെ നമ്മളൊരു ഗാൽവനോമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് ഗാൽവനോമീറ്റർ. ഇവിടെ ഇങ്ങനെ വയർ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കണക്ട് ചെയ്ത് H2SO4 ഒഴിക്കുമ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കും. സോ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിങ്ക് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ഇത് Zn2+ എന്താവും? 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. കാരണം നിങ്ങൾക്കറിയാം സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 നമ്മളപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും? 2, 8, 18 അല്ലേ? 28, 2 ഇങ്ങനെ വരും അല്ലേ? 2, 8, 18, 2. സോ ഔട്ടർ മോസ്റ്റ് 2 അപ്പോൾ 2 ഇലക്ട്രോൺ എപ്പോഴും ലൂസ് ചെയ്യാനാണ് ആർക്കിഷ്ടം? സിങ്കിന് ഇഷ്ടം. അതായത് ഓക്സിഡേഷൻ നടത്താനായിട്ട്. നിങ്ങൾ റെഡോക്സ് പഠിച്ചവരാണല്ലോ അല്ലേ? ഏത് കെമിസ്ട്രി റെഡോക്സ് പഠിച്ചവരാണ്. എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ H2SO4 ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? H+ഉം SO4- ആയിട്ട് മാറും. ഞാൻ ബാലൻസ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും തമ്മിൽ റിയാക്ട് ചെയ്യും. ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ട, ഞാൻ എൻ്റെ മെത്തേഡ് പറഞ്ഞു തരികയാണേ. ഈ പറയുന്ന Zn2+ഉം SO4- കൂടെ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തിട്ട് ZnSO4 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവിടെ 2 ഇലക്ട്രോണുകൾ ബാക്കിയുണ്ട്. എവിടെ? നമ്മുടെ പിക്ചറിലോട്ട് വരാം. സിങ്കിൻ്റെ അവിടെ എന്തുണ്ടായി? 2 ഇലക്ട്രോൺ ഉണ്ടായി. ഇതുണ്ടായി, 2 ഇലക്ട്രോൺ ഉണ്ടായി. ഇനി ഈ പറയുന്ന H2SO4 ഡിസോസിയേറ്റ് ചെയ്ത് ഈ ലിക്വിഡിനകത്ത് എന്തുണ്ടായി? H+ അയോണുകൾ ഉണ്ടായി. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിങ്കിൽ നിന്നും ഈ 2 ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ സഞ്ചരിച്ച് എങ്ങോട്ട് പോകും? കോപ്പറിലോട്ട് പോകും. അപ്പോൾ നോക്ക് എന്താ പറ്റുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നു. ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഇനി ഇവിടെ എത്തുന്ന ഈ പറയുന്ന 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ H+ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. കോപ്പറിൻ്റെ അടുത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ H+ഉം 2 ഇലക്ട്രോണും കൂടെ ചേർന്നിട്ട് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, H2 ഗ്യാസ് ആയിട്ട് മാറിയിട്ട് നമ്മൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബബിൾ ചെയ്ത് എന്ത് ചെയ്യും? ഹൈഡ്രോജൻ ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്ത് പറ്റുന്നു? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. ശ്രദ്ധിച്ചോളണേ. പറ, ഇലക്ട്രോൺ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്തേ? സിങ്കിൽ നിന്നും കോപ്പറിലോട്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ എങ്ങോട്ടെന്ന് നമ്മൾ പറയും? നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെപ്പോഴും എവിടെ നിന്നായിരിക്കും? കോപ്പറിൽ നിന്നും സിങ്കിലോട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കറണ്ട് ഫ്ലോ ചെയ്യുന്ന എപ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട്.
ഇത്രയും കാര്യം മനസ്സിലായി. അപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? കോപ്പർ എന്ന് സിങ്കിലോട്ട് ഫ്ലോ ചെയ്യും. അതായത് കോപ്പറാണ് പോസിറ്റീവ് ഹാഫ്, സിങ്കാണ് നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആയി കാണും, ഇവിടെ ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സെല്ലിന് ഇതാ ഇങ്ങനെ ഇരിക്കും. അതിൽ എന്ത് പറ്റും? ദ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ്. ആ റിയാക്ഷനാണ് ഞാൻ തുറച്ചുമ്പോൾ പറഞ്ഞു തന്നെ. അങ്ങനെ എന്ത് പറ്റും? ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അങ്ങനെ നീഡിൽ ഓഫ് ദ വോൾട്ട്മീറ്റർ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്ററിന് വരെ വോൾട്ട് മീറ്റർ വെച്ചാലും മതി. ഓക്കെ, ഇനി കോപ്പർ റോഡ് എന്ന് പറയുന്നതായിരിക്കും പോസിറ്റീവ് ടെർമിനൽ. സംശയം മനസ്സിലായോ? ഇവിടെ ഡൗട്ട് വരരുത്, ഇതിനാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സിങ്ക് റോഡായിരിക്കും എന്ത്? നെഗറ്റീവ് ടെർമിനൽ. കാരണം ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ എതിരായിരിക്കും നമ്മൾ നോർമൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ഫ്രം ദ കോപ്പർ റോഡ് ടു ദ സിങ്ക് റോഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലോ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടൊന്നും കൊണ്ട് റിയാക്ഷൻ എഴുതുമ്പോൾ മൊത്തത്തിൽ ഡൗട്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത്. എന്ത് പറ്റും? സിങ്ക് റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡിനോട് ചേർന്ന് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. സിങ്ക് റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്ന് എന്തുണ്ടാവും? സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. അതവിടെ ഇരുന്നോട്ടെ. മിച്ചം വരുന്ന 2 ഇലക്ട്രോണുകൾ ഇതുവഴി പോകും, സർക്യൂട്ടിൽ കൂടെ പോയിട്ട് ഈ പറഞ്ഞ വോൾട്ട്മീറ്റർ കൂടെ പോയിട്ട് കോപ്പറിലോട്ട് പോകും. ഇവിടെ H2SO4 ഡിസോസിയേറ്റ് ചെയ്ത ഹൈഡ്രോജൻ അയോൺസ് അകത്തൂടെ നേരെ എന്ത് ചെയ്യും? കോപ്പറിനടുത്തോട്ട് പോകും. അവിടെ വെച്ച് റിയാക്ട് ചെയ്യും. സോ പുറത്ത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്നെന്ന് പറയും? നമ്മൾ കോപ്പറിൽ നിന്ന് സിങ്കിലോട്ടെന്ന് പറയും. സോ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്ന കോപ്പറും നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്ന സിങ്കും ആവും. ഐഡിയ കിട്ടി കാണുമല്ലോ. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്? ഈ പറഞ്ഞ സംഭവം എടുക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് എ വോൾട്ടിക് സെൽ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ പറയുന്ന വോൾട്ട് മീറ്റർ മാറ്റിയിട്ട് ഇവിടെ ഒരു LED ബൾബ് വെച്ച് കഴിഞ്ഞാൽ LED ബൾബ് എന്ത് ചെയ്യും? LED ബൾബ് കത്തും. പക്ഷേ നമ്മൾ കോപ്പറിന് വരെ മെഗ്നീഷ്യത്തിൻ്റെ റോഡാണ്, അത് ഇവിടെ കാണുന്ന കോപ്പറിന് വരെ ഞാൻ മെഗ്നീഷ്യത്തിൻ്റെ റോഡ് വെച്ചാൽ മെഗ്നീഷ്യം കോപ്പറിനേക്കാളും കുറച്ചുകൂടെ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് എന്ത് ചെയ്യും? കുറയും. കാരണം കെമിക്കൽ റിയാക്ഷൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് വോൾട്ടിക് സെല്ല് നമ്മൾ പഠിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും വിശദമായിട്ട് ഈ വോൾട്ടിക് സെല്ല് ഇവിടെ ഈ ഇലക്ട്രിസിറ്റിയുടെ ഇടയിൽ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ടെക്സ്റ്റ് ബുക്ക് ചെയ്തവരടുത്ത് ചോദിക്കണം. നമുക്ക് കൺഫ്യൂഷൻ ആക്കുകയാണ് അല്ലേ. ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കറണ്ടിലോട്ട് പോയാൽ മതി. പക്ഷേ ഇത് ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്തേക്കുകയാണ്? ഇവിടെ വോൾട്ടിക് സെല്ലിനെയൊക്കെ ചുമ്മാ വിശദീകരിച്ച് കൊടുത്തേക്കുകയാണ്. ഇതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചങ്ങ് നിർത്തി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഈ പറയുന്ന സെല്ലുണ്ടല്ലോ, ഈ സെല്ലുകളെ ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒന്ന് കണക്ട് ചെയ്താൽ, സെല്ലുകൾ തമ്മിൽ ചേർത്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയും. ഓക്കെ ആണല്ലോ, അതവിടെ ഇരുന്നോട്ടെ. ഇനി സെല്ലുകൾ 2 തരത്തിലാണുള്ളത്. നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ഈ കാണുന്ന റിമോട്ടിലിടുന്ന ബാറ്ററി, വാച്ചിലിടുന്ന ബാറ്ററി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാറിലും ബൈക്കിലും മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും കാണുന്ന ബാറ്ററി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബാറ്ററികൾ പ്രധാനമായിട്ട് 2 തരമാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സെല്ല്. എന്താണ്? പ്രൈമറി സെല്ല്. രണ്ടാമത്തേത് സെക്കൻഡറി സെല്ല്. ഇപ്പോൾ ബാറ്ററി എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. നമുക്ക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി സെല്ല് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളെ ഡ്രൈ സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, മെർക്കുറി സെല്ല് എന്നൊക്കെ പറയുന്നതെല്ലാം പ്രൈമറി സെല്ലുകളുടെ ഉദാഹരണമാണ്. അപ്പോൾ എന്താ പ്രൈമറി സെല്ല്? റീചാർജ് ചെയ്യാൻ പറ്റൂല. എന്നാൽ സെക്കൻഡറി സെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സ്റ്റോറേജ് സെല്ലെന്ന് വിളിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് റീചാർജ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റും. കാറിൽ കാണുന്ന ബാറ്ററി, നിങ്ങളുടെ വീട്ടിലെ ഇൻവേർട്ടറിൽ കാണുന്ന ബാറ്ററി, മൊബൈൽ ഫോണിൽ കാണുന്ന ബാറ്ററി, ലാപ്ടോപ്പിൽ കാണുന്ന ബാറ്ററി ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ബാറ്ററി എന്ന് വെച്ച് ഞാൻ പറഞ്ഞു എന്താണ്? മൾട്ടിപ്പിൾ സെല്ലുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. ഇനി എന്താണ് വോൾട്ട് മീറ്റർ? നമ്മൾ ഒരു ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ അളക്കാൻ വേണ്ടിയിട്ട്, അത് ബാറ്ററിയുടെ തന്നെ ആവണമെന്നൊന്നുമില്ല, ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും 2 പോയിന്റിൻ്റെ ആയാലും പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് വോൾട്ട് മീറ്റർ. എന്തുവാണ്? വോൾട്ട് മീറ്റർ. അപ്പോൾ എന്താണ് വോൾട്ട് മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ, ഓക്കെ, മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മളൊരു വി ഇട്ടിട്ട് ഒരു സർക്കിൾ ഇട്ടാണ് വോൾട്ട് മീറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് വോൾട്ട് മീറ്ററിൻ്റെ സിമ്പൽ. ഇനി വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ട് മീറ്ററിന് ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. നമ്മളെപ്പോഴും പോസിറ്റീവ് ടെർമിനൽ എവിടെ തന്നെ കൊടുക്കണം? ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലും
നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് സൈഡിലും കൊടുത്താൽ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പോസിറ്റീവിനെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിനെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുന്ന ഈ രീതിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ശരി, ഇതാണ് വോൾട്ട് മീറ്റർ. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് സെല്ലുകളെ നമുക്ക് പ്രധാനമായിട്ട് 2 രീതിയിലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ രീതിയാണ് ദാ ഈ കാണുന്ന രീതി. എന്താണ്? ഒന്നിന് പുറകെ ഒന്നായിട്ട്. അതായത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അടുത്തതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന രീതി. രണ്ടാമത്തെ രീതി നമ്മൾ റിമോട്ടിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇതാണ് അല്ലേ. ഒരു ബാറ്ററിയെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും, തൊട്ടടുത്തായിട്ട് മറ്റൊരു ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യും. ഇവർ പരസ്പരം ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. രണ്ടാമത്തെ രീതി വിളിക്കുന്ന പേരാണ് പാരലൽ കോമ്പിനേഷൻ. ഈ മൂന്നാമത്തെ രീതി ഒരു കാരണവശാലും വർക്കാവില്ല. കാരണം ഇതെന്താണ്? ഇത് തെറ്റാണ്. കണ്ടോ, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവും അടുത്തടുത്ത് കണക്ട് ചെയ്തേക്കുകയാണ്. ഇങ്ങനൊരു കണക്ഷൻ ലോകത്ത് നടക്കത്തില്ല. അപ്പോൾ ഈ 2 കണക്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാറ്ററിയെ കണക്ട് ചെയ്യാൻ എത്ര രീതിയാണ് ഉള്ളത്? 2 രീതി. ഒന്ന് സീരീസ് കണക്ഷൻ, ബാറ്ററിയെ ഒന്നിന് പുറകെ ഒന്നായി കണക്ട് ചെയ്യുന്നു. മറ്റൊന്ന് പാരലൽ കണക്ഷൻ, ബാറ്ററിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഇനി ഇത് ഓരോന്നും കണക്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എന്ത്? സീരീസ് കോമ്പിനേഷൻ. എന്താണ്? സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നോക്കിയേ, ഹിയർ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വൺ സെൽ connected to the negative terminal of the second cell. As the number of cells in the series connection increases, potential difference increases. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ ബാറ്ററികളെ കണക്ട് ചെയ്താൽ അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതി വിളിക്കുന്ന പേരാണ് എന്ത്? സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്യും കൂടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? കൂടും. അതായത് ഞാനിപ്പോൾ 1.5 വോൾട്ടുള്ള 1, 2 സെല്ലുകളെ അല്ലെങ്കിൽ 3 എണ്ണത്തിന് ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്താൽ ഇവർ 3 പേരും കൂടെ ഒരു ബാറ്ററി പോലെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, മനസ്സിലായോ? സെല്ലുകൾ ചേർത്ത് വെച്ച ബാറ്ററി. അപ്പോൾ അതുപോലെ 1.5 ഉള്ള 3 പേരെ ഞാൻ കണക്ട് ചെയ്താൽ ഈ 3 പേരും കൂടെ ചേർന്ന് എനിക്ക് തരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ എത്രയെന്ന് പറയും? അത് 1.5 ഇൻറ്റു 3 എന്ന് പറയും. എത്രയെന്ന് പറയും? 1.5 ഇൻറ്റു പറയും. അപ്പോൾ എത്രയായി ഈ പറയുന്ന 1.5 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 അല്ലേ? 4.5 വോൾട്ട് എഫക്റ്റീവായിട്ട് ഇവർ എന്ത് ചെയ്യും? എനിക്ക് തരും. സോ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, വെൻ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ് ദ ടോട്ടൽ EMF ഈസ് ഈക്വൽ ടു സം ഓഫ് ദ EMF ഓഫ് ദ ഇൻഡിവിജ്വൽ സെൽസ് അല്ലേ. ഇൻഡിവിജ്വൽ സെല്ലുകളുടെ സം ആയിരിക്കും മൊത്തം EMF എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും സീരീസ് കോമ്പിനേഷനിലാണോ പാരലൽ കോമ്പിനേഷനിലാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അതെന്താണ്? സീരീസ് കോമ്പിനേഷനിലാണ്. നമ്മുടെ TV റിമോട്ടിലൊന്നും ഉപയോഗിക്കുന്ന ഇതല്ല. പക്ഷേ ഇതെവിടെ ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോർച്ച് ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ടോർച്ച് ലൈറ്റ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ച് ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു ഫ്രെയിം ഉണ്ടാവും, അതിൻ്റെ ഇങ്ങനൊരു ഹെഡ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പഴയ ടോർച്ച് ലൈറ്റ്? ഒരു സ്വിച്ചൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു ബാറ്ററി ഇടും, അതിൻ്റെ പുറകിലൊരു ബാറ്ററി ഇടും, അതിൻ്റെ പുറകിലൊരു ബാറ്ററി ഇടും. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ബൾബ് നല്ല പവറുള്ള ബൾബാണ്. ഈ ബൾബ് കത്തണമെങ്കിൽ മിനിമം എന്ത് വേണം? ഈ 3 എണ്ണം കൂടി ചേർത്ത് കിട്ടുന്ന വോൾട്ടേജ് വേണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കണക്ഷൻ്റെ ഗുണം എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് കുറവായിരിക്കും. കാരണം പെട്ടെന്ന് എന്ത് ചെയ്യും? വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് പോകും. ഇനി മറ്റൊരു കണക്ഷൻ രീതിയാണ് എന്തെന്ന് പറയുന്നത്? പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കടാ, ഹിയർ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ആർ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ നെക്സ്റ്റ് സെല്ല് റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചാൽ ദാ ഈ കാണുന്ന രീതി, നമ്മുടെ TV റിമോട്ടിൽ ഇടുന്ന രീതി. ഒരു സെല്ല് ഇങ്ങനെ നിൽക്കുന്നു, തൊട്ടടുത്ത സെല്ല് നിൽക്കുന്നു, പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു, നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന ഈ രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നില്ല? കൂടൂല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യത്തില്ല? കൂടത്തില്ല. അതായത് ഇപ്പോൾ ഞാൻ 1.5ൻ്റെ 1, 2, 3 എണ്ണം അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താലും ഇവരെനിക്ക് തരുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര തന്നെ ആയിരിക്കും? 1.5 തന്നെ ആയിരിക്കും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാരലൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്ത് പറ്റും? ദ ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ സിംഗിൾ സെൽ. കണ്ടോ, ഒന്നിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ എവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞു കേട്ടോ. നോക്കിയേ,
നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഒരു ലോങ് ടൈമിലോട്ട് കിട്ടാൻ, അതായത് നമ്മുടെ റിമോട്ടിലെ ബാറ്ററി പോലെ കുറച്ച് മതി, LED വർക്ക് ചെയ്യാൻ കുറച്ച് വോൾട്ടേജ് മതി, പക്ഷേ അത് ഒരുപാട് സമയത്തേക്ക് കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് പവർ ബാങ്കുകളിൽ, മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് എഴുതാൻ നോക്കാം. നോക്കി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 സെല്ലുകളുണ്ട്. നോക്കി, 4 സെൽ വിത്ത് എൻ EMF ഓഫ് 1.5 വോൾട്ട്. ഇതാ 4 സെല്ലുണ്ട്. ഇവിടുത്തെ 4 സെല്ലുണ്ട്. 1, 2, 3, 4. വാട്ട് ഈസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റൻഡ് യൂസിങ് ദീസ്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 ബാറ്ററി തന്നിട്ട് പറയാണ്, ഈ 4 ബാറ്ററി ചേർത്തിട്ട് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്തറിയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് മാക്സിമം ആകുന്നത് എപ്പോഴാണ്? ബാറ്ററികളെ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഒരു ബാറ്ററി, 2 ബാറ്ററി, 3 ബാറ്ററി, 4 ബാറ്ററി ഞാൻ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 1.5 ഉള്ള 4 അല്ലെ 1.5 ഉള്ള 4 ബാറ്ററികൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും? അപ്പോൾ ഫിഗർ ഇതാണ്. ഇപ്പോൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഞാനൊരു വോൾട്ട് മീറ്റർ കൊടുത്താൽ എൻ്റെ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് എത്രയായിരിക്കും? അത് 1.5 × 4 = 6 വോൾട്ട് എന്നായിരിക്കും. അതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം കിട്ടുന്നത് 6 വോൾട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6 ഐഡൻറ്റിക്കൽ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, 6 ബാറ്ററികളെ ഞാൻ ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. 1, 2, 3, 4, 5, 6 എണ്ണം. ഈ 6ഉം കൂടി കണക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വോൾട്ടേജ് 9 വോൾട്ട്. 6ഉം കൂടെ കണക്ട് ചെയ്തിട്ട് ഞാനൊരു വോൾട്ട് മീറ്റർ കൊടുത്തപ്പോൾ എൻ്റെ വോൾട്ട് മീറ്റർ കാണിച്ച റീഡിങ് എത്രയാണ്? 9 വോൾട്ട് ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഒന്നിൻ്റെ വാല്യൂ അറിഞ്ഞത്തില്ല. അപ്പോൾ XA × 6 എണ്ണം ചെയ്തപ്പോഴാണ് നമുക്ക് 9 വോൾട്ട് കിട്ടിയതെങ്കിൽ എക്സ് എത്രയായിരിക്കും? 9/6. 9/6 എത്ര? 9/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1.5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഒരു ബാറ്ററിയുടെ ചാർജ് എത്രയായിരിക്കും? 1.5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ലും ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം. ഒരു കുഞ്ഞു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. കാരണം അടുത്ത ക്ലാസ് നമുക്ക് ഇൻറ്റൻസിറ്റിയാണ് പഠിക്കാനുള്ളത്. അത് വേറൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ, നമ്മൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങളെല്ലാവരും ബാറ്ററി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം എന്തായിരിക്കും പറയുന്നത്. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബാറ്ററി ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും, ഇത് അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. ഞാൻ ചുമ്മാതെ ഒരു വയർ എടുത്തിട്ട് നേരെ പോസിറ്റീവിനെ പിടിച്ച് നെഗറ്റീവിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ബാറ്ററിയുടെ ചാർജ് ചുമ്മാ പോവും. ഈ വയറിലൂടെ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഈ വയർ ചൂടാകും. അങ്ങനെ മൊത്തം പ്രശ്നമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ഒരിക്കലും ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കരുത്. കൊടുത്താൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇത് ചെറിയ ബാറ്ററിയിൽ കുഴപ്പമില്ല, വലുതിലാണെങ്കിൽ വല്ല പണിയും കിട്ടും. രണ്ടാമത്തെ കാര്യം, ഓക്കെ, പറഞ്ഞു തരുന്നത് എനിക്ക് നാണക്കേടുണ്ട്, നിങ്ങൾ 9ലെ പിള്ളേരാണ്. ഡു നോട്ട് പുട്ട് സെൽ ഓർ ബാറ്ററി ഇൻ ദ മൗത്ത് ഓർ ട്യൂബ്. വായിക്കകത്ത് വെച്ച് ചവയ്ക്കരുത് ദേവി. അടുത്ത്, ഡു നോട്ട് യൂസ് ദ ബാറ്ററി ഇഫ് ഇറ്റ് ഈസ് ഓവർ ഹീറ്റഡ്. ഓവർ ഹീറ്റ് ആയിരിക്കും ഉപയോഗിക്കരുത്. സാംസങ് ഫോണൊക്കെ പൊട്ടിത്തെറിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹീറ്റ് ആവാൻ വിടരുത്. വെയിലത്ത് വയ്ക്കരുത്. ഈ മൊബൈലും സാധനത്തിനെയൊക്കെ മാക്സിമം വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കരുത്. കാരണം ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത്, അവോയ്ഡ് സിറ്റുവേഷൻ വേർ ദ ബാറ്ററി കംസ് ഇൻ കോൺടാക്ട് വിത്ത് വാട്ടർ ഓർ ഫയർ. തീയിലും ഈ വെള്ളത്തിലൊന്നും ബാറ്ററി കൊണ്ടിടരുത്. അടുത്ത്, മെറ്റൽ സച്ചസ് നിക്കൽ കാഡ്മിയം ആൻഡ് ലെഡ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ആർ ഹാംഫുൾ ആൻഡ് ഷുഡ് ബി ഡിസ്പോസ്ഡ് കെയർഫുള്ളി. എന്ന് വെച്ചാൽ ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. ഈ പറയുന്ന നിക്കല്, കാഡ്മിയം, ലെഡ് ഇവരൊന്നും പ്രകൃതിക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ട് വഴിയിലൊന്നും വലിച്ചെറിയാതെ വരുന്ന ഈ ഡിസ്പോസ് ചെയ്യാനുള്ള രീതികൾ ഡിസ്പോസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും പഠിച്ചു വെച്ചു, ചിലപ്പം പരീക്ഷയ്ക്ക് ഈസിയായിട്ട് മാർക്ക് കിട്ടും. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ അത് വ്യക്തമായി പഠിച്ചു വെച്ചോളണം. എവിടെയാണ് വോൾട്ടേജ് കൂടുന്നത്, എവിടെയാണ് വോൾട്ടേജ് കുറയുന്നതെന്ന് അറിയണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്കടുത്ത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടാണ് പഠിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ,
ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തെന്ന് പറഞ്ഞിട്ട് നേരെ ഈ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുമായിരുന്നു. അത് രസമായിരുന്നു. ഇവന്മാർ ഇതിനിടയിൽ കൂടി ആവശ്യമില്ലാതെ സെല്ലിനെ കുത്തി കയറ്റിയിരിക്കുകയാണ്. ശരി, അപ്പോൾ നിങ്ങൾ നാളെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസും സെല്ലും ഒക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് എന്താണെന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഓംസ് ലോ ആണ്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് അപ്പോൾ അതുവരെ